ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ബി.ജെ.പിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. രാജ്യസഭാ എം.പി. ജോൺ ബ്രിട്ടാസും കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാലും ബി.ജെ.പിയുടെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളെയും രാഷ്ട്രീയ നാടകങ്ങളെയും ശക്തമായി ചോദ്യം ചെയ്യുകയാണ്. ഈ അറസ്റ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളുടെ തുടർച്ചയാണെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. കേരളം ആട്ടിൻതോലിട്ട ചെന്നായയെ തിരിച്ചറിയും. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് എം.പി. ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. കേരളം ആട്ടിൻതോലിട്ട ചെന്നായെ തിരിച്ചറിയുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ബി.ജെ.പിയുടെ ന്യൂനപക്ഷ സ്നേഹം കപടമാണെന്ന് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിർണായക മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ എന്തിനാണ് ഇത്രയധികം പീഡിപ്പിക്കുന്നതെന്നും ബ്രിട്ടാസ് ചോദിച്ചു. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ പ്രീതിപ്പെടുത്താൻ കേക്കും കിരീടവുമായി നടക്കുന്ന മൂന്നാമരുള്ള നാടാണിത്. പക്ഷെ 2 ക്രിസ്ത്യാനികളെ കുറ്റവാളികൾക്കൊപ്പം ജയിലിൽ അടയ്ക്കാം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടുന്നു. ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് താൻ പലതവണ രാജ്യസഭയിൽ ഉന്നയിച്ചിട്ടുള്ളതാണെന്നും ഈ സർക്കാർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം മാത്രം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരെ 824 ആക്രമണങ്ങൾ നടന്നുവെന്ന കണക്ക് അദ്ദേഹം ഉയർത്തിക്കാട്ടി. മുസ്ലിം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ബി.ജെ.പി ക്രിസ്ത്യാനികളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങളെ മറച്ചുവെക്കാനാണ് ഈ നീക്കമെന്നും ബ്രിട്ടാസ് ആരോപിച്ചു. ജെ.പി. നദ്ദ, പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ, എസ്. ജയശങ്കർ തുടങ്ങിയ പ്രമുഖ ബി.ജെ.പി നേതാക്കളെല്ലാം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ് പഠിച്ചതെന്നും എന്നാൽ അവരാരും മതം മാറിയിട്ടില്ലെന്നും ബ്രിട്ടാസ് ഓർമ്മിപ്പിച്ചു. ഇത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസപരമായ സംഭാവനകളെ ഉയർത്തിക്കാട്ടാനും മതം മാറ്റ ആരോപണങ്ങളെ ബന്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. ബി.ജെ.പിയും ഛത്തീസ്ഗഡ് സർക്കാരും ഗൂഢാലോചന നടത്തി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി.ജെ.പിക്കെതിരെ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളാണ് കെ.സി. വേണുഗോപാൽ എം.പി. ഉന്നയിച്ചത്. ബി.ജെ.പിയും ഛത്തീസ്ഗഡ് സർക്കാരും ഈ വിഷയത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ നാടകമാണെന്നും അദ്ദേഹം വാദിച്ചു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ് ജാമ്യത്തെ എതിർത്ത പ്രോസിക്യൂഷന്റെ നടപടിയെ ന്യായീകരിക്കുന്ന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെയും വേണുഗോപാൽ വിമർശിച്ചു. സംഘപരിവാറിനെ നയിക്കുന്നത് മനുസ്മൃതിയാണെന്നും അതിൽ നിന്ന് അവർ രൂപം നൽകിയ അജണ്ടയുടെ ഭാഗമാണ് ക്രൈസ്തവ ദളിത് വേട്ടയെന്നും വേണുഗോപാൽ ആരോപിച്ചു. അവരുടെ അടിസ്ഥാന DNA അതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡ് ഭരണകൂടവും സംഘപരിവാറും ചേർന്ന് കള്ളക്കേസ് ഉണ്ടാക്കിയാണ് കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതെന്നും കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയ കേസിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് കെ.സി. വേണുഗോപാൽ ഊന്നി പറയുകയുണ്ടായി. മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്ന് പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കന്യാസ്ത്രീകൾ െതിരെ വ്യാജമൊഴി നൽകാൻ ബജ്രംഗ് നേതാവ് ഭീഷണിപ്പെടുത്തിയതായും ആ യുവതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തെളിവുകൾ കേസിന്റെ നിയമപരമായ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു. അടിസ്ഥാനമില്ലാത്ത കേസാണ് ബി.ജെ.പി സർക്കാർ കെട്ടിച്ചമച്ചത്. ബി.ജെ.പിയുടെ രാഷ്ട്രീയ നാടകം ഇല്ലെങ്കിലും നിയമപരമായി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുമെന്നും വേണുഗോപാൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളായ പ്രീതിയും വന്ദനയും നേരിടുന്നത് അങ്ങേയറ്റം അനീതിയാണെന്നും അന്യായമായ ഗുരുതര വകുപ്പുകൾ ചുമത്തി വിശ്വാസ സമൂഹത്തെ കൂടി ബി.ജെ.പി സർക്കാർ വെല്ലുവിളിച്ചിരിക്കുകയാണെന്നും വേണുഗോപാൽ അഭിപ്രായപ്പെടുകയും ചെയ്തു. സംഭവമുണ്ടായി ആദ്യ ദിവസം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് കത്തെഴുതിയിരുന്നുവെങ്കിലും ഒരു ജനാധിപത്യ സർക്കാർ പുലർത്തേണ്ട അടിസ്ഥാന മര്യാദ പോലും ഇവിടെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം സമാനമായ ന്യൂനപക്ഷ വേട്ടയാണ് നടക്കുന്നതെന്നും വേണുഗോപാൽ ആരോപിച്ചു. കന്യാസ്ത്രീകളായ പ്രീതിയുടെയും വന്ദനയുടെയും കുടുംബങ്ങളും രാജ്യമെമ്പാടുമുള്ള വിശ്വാസ സമൂഹവും കടുത്ത ആശങ്കയിലാണെന്നും വേണുഗോപാൽ പറഞ്ഞു. അദ്ദേഹം സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ കണ്ണൂരിലുള്ള കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും നിയമത്തിന് മുന്നിൽ ഇരുവരും നിരപരാധികളാണെന്ന് എത്രയും വേഗം തെളിയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇരുവരുടെ മോചനത്തിനു വേണ്ടി കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കോൺഗ്രസ് മുന്നിലുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഈ സംഭവം ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള ഗൗരവമായ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്.